വിദേശ വാർത്തയിലേക്ക് പോയാൽ ഗാസയിൽ പട്ടിണിയും പോഷകാഹാരക്കുറവും മൂലം മരിച്ചവരുടെ എണ്ണം 212ആയി. 24 മണിക്കൂറിനിടെ 11 പട്ടിണി മരണം കൂടി റിപ്പോർട്ട് ചെയ്തു. ഗാസ ഏറ്റെടുക്കൽ പദ്ധതിക്ക് സുരക്ഷാ ക്യാബിനറ്റ് അംഗീകാരം നൽകിയതിന് പിന്നാലെ കനത്ത ആക്രമണങ്ങളാണ് ഇസ്രായേൽ ഗാസയിൽ നടത്തുന്നത്. അഖില CP ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്ന്. അഖില, ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ കഷ്ടതയുള്ള ഒരു മരണമാണ് ഈ പട്ടിണി മരണം. അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ലോകരാജ്യങ്ങൾ എല്ലാം. കാരണം ഒരു ഇടപെടലും അത്തരത്തിൽ നടത്താനുമാകാത്ത ഒരു സ്ഥിതി. അതേ രുചീഷ്, നമ്മൾ കണ്ടതാണ് ഗാസയിലെ കുട്ടികളുടെ അവസ്ഥ എന്താണെന്ന്. എല്ലുന്തിയ മെലിഞ്ഞ ശരീരങ്ങൾ. അപ്പോൾ നമ്മൾ നിരവധി വീഡിയോകളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകളൊക്കെ കണ്ടതാണ്. പക്ഷേ ഈ വാർത്തകൾക്ക് പിന്നാലെയും അതൊന്നും അവസാനിപ്പിക്കാൻ ഇസ്രായേൽ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടപ്പെടുത്തുന്ന കാര്യം. ഇന്ന് തന്നെ ഏകദേശം 24 മണിക്കൂറിനുള്ളിൽ 11 പട്ടിണി മരണങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് പറയുമ്പോൾ അവിടുത്തെ അവസ്ഥ എത്രത്തോളം ഗുരുതരമാണ് എന്ന് നമുക്ക് ഊഹിക്കാം. അപ്പോൾ ഈ 11 മരണങ്ങൾ കൂടി ഉണ്ടായതോടെ ഇത് 212 ആയിരിക്കുന്നു. അതിൽ 98 പേർ കുട്ടികളാണ് എന്നുള്ളതാണ് നമ്മളെയൊക്കെ ആശങ്കപ്പെടുത്തുന്ന കാര്യം. 98 കുട്ടികൾ ഈ പോഷകാഹാരക്കുറവും പട്ടിണി മൂലവും മരിച്ചു വീഴുകയാണ്. അപ്പോൾ ഇതിൽ കൃത്യമായ ഇടപെടലുകൾ ഒന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതും സങ്കടപ്പെടുത്തുന്നത് തന്നെയാണ്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഗാസ ഏറ്റെടുക്കുകയാണെന്നും ഹമാസിൽ നിന്ന് ഗാസയെ മോചിപ്പിക്കാനുള്ള നടപടികളൊക്കെ സ്വീകരിക്കുകയാണെന്ന് പറഞ്ഞത്. ആ നടപടികൾ സ്വീകരിക്കുക, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു തീരുമാനം സുരക്ഷാ ക്യാബിനറ്റ് എടുത്തതിന് ശേഷവും അവിടെ ആക്രമണങ്ങൾ തുടരുകയാണ്. ഇന്നു മാത്രം 24 മണിക്കൂറിനുള്ളിൽ മാത്രം 38 മരണങ്ങൾ ഈ ആക്രമണത്തിലൂടെയും ഉണ്ടായിരിക്കുന്നു. 491 പേർക്ക് ഗുരുതരമായ പരിക്കുകൾ സംഭവിച്ചിരിക്കുന്നു. ഈ ഭക്ഷണം കാത്തു നിൽക്കുന്ന ആളുകൾക്കെതിരെയാണ് ഇവർ വെടിയുതിർക്കുന്നത് എന്നുള്ളതാണ് വളരെ ഗുരുതരമായ കാര്യം. അതുകൊണ്ട് ഇസ്രായേൽ ഇപ്പോഴും ഗാസയിൽ ക്രൂരത തുടരുകയാണ്. ഇപ്പോൾ അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒക്ടോബർ 7 മുൻപ് ഗാസയിൽ അധിനിവേശം തുടങ്ങിയിട്ട് 2 കൊല്ലമാകാൻ പോകുന്നു. അപ്പോൾ ഒക്ടോബർ 7 മുൻപ് തന്നെ ഈ ആളുകൾ 8 ലക്ഷത്തോളം വരുന്ന ജനങ്ങളെ ഗാസയിൽ നിന്ന് ഒഴിപ്പിക്കുക എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് അവരുടെ ലക്ഷ്യം. മാത്രമല്ല, ഇതിനെതിരെ ഈ അന്താരാഷ്ട്ര രാജ്യത്തിനകത്ത് തന്നെ, ഇസ്രായേൽ രാജ്യത്തിനകത്ത് തന്നെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ട്. അന്താരാഷ്ട്ര രാജ്യങ്ങൾ ഇതിനെതിരെ രംഗത്ത് വരുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഇതൊന്നും അവസാനിപ്പിക്കാൻ ഇപ്പോഴും ഉദ്ദേശമില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് ഇസ്രായേൽ മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും അഖില, എന്തായാലും വലിയ ദുഃഖകരമായ കാര്യമാണ്. കാരണം 98ഓളം ആളുകൾ മരിച്ചതിൽ 212 പേരിൽ 98 പേരും ആ കുഞ്ഞുങ്ങളാണ് എന്നതാണ്. പട്ടിണി കാരണമുള്ള മരണം ഇപ്പോഴും തുടരുകയാണ്. ഗാസ സിറ്റി പിടിച്ചെടുക്കാനുള്ള ശ്രമം ഇസ്രായേൽ ശക്തമാക്കുകയും ചെയ്യുന്നു.